ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു യാത്രയിലാണ്. വീണ്ടും ഊട്ടിയിലേക്കാണ്. പക്ഷേ ഊട്ടിയുടെ വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് നേരെ ഊട്ടിയിലേക്ക് പോവാം. നമുക്ക് നാടുകാണി ചുരം വഴിയേക്ക് നമ്മൾ പോവാം. അപ്പം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടാലോ? എന്നാൽ പോരിട്ടോ നമ്മളിപ്പുറം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നമ്മളെ കൂടെ നിന്ന് നമ്മുടെ പണ്ട് നമ്മളപ്പം ഉണ്ടായിരുന്ന 2 പേരും കൂടി ഉണ്ട് കേട്ടോ. ചാപ്പൻ്റെ മോളും ഉണ്ട്, അതുപോലെ തന്നെ അമ്മായിൻ്റെ മോളും ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിപ്പം കൂടെ പോരാൻ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളെ കൂടെ കൂടിയതാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പം പിന്നെ അരീക്കോട് ഇടവണ്ണ വഴി പിന്നെ നേരെ നിലമ്പൂർ ചാടിയിട്ട് അവിടുന്ന് വൈക്കടവ് കയറിയാണ് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇടവണ്ണ എത്തിയപ്പോൾ നമ്മളെ 5K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടവണ്ണുള്ള ക്രിസ്പെല്ലോ എന്ന ഒരു ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാണ്. ഇവിടുന്ന് നമ്മൾ ഒരു 500 രൂപേൻ്റെ ഒരു 600 രൂപ കേട്ടോ, 600 രൂപേൻ്റെ ഒരു ബട്ടർ സ്കോച്ച് കേക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്കൊക്കെ അവിടെ നിന്ന് തന്നെ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ കട്ട് ചെയ്തു. ഞങ്ങളെ ആഘോഷങ്ങളൊക്കെ അവിടെ കഴിച്ചു. അവിടുത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ അവിടുന്ന് ഏകദേശം അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. പക്ഷെ നല്ല സ്റ്റാഫും നല്ലൊരു ആംബിയൻസും ഉള്ളൊരു ഹോട്ടലാട്ടോ. ഇടവണ്ണയിൽ ഇത്രയും നല്ലൊരു ഹോട്ടലുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തൊരു പമ്പ് കയറ്റി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബെഡ് ഇടണമെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊരു സമാധാനത്തിൽ അവിടെ ഇരിക്കാമല്ലോ, അവർക്ക് കിടക്കണമെങ്കിൽ കിടക്കാം. അതുകൊണ്ട് ഞങ്ങൾ ബെഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പിന്നെ പെട്രോൾ പമ്പിൽ നിർത്തി. അവിടുന്ന് ബെഡൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ പെട്രോൾ നമ്മൾ ഏകദേശം നാട്ടിൽ നിന്ന് തന്നെ അടിച്ചിരുന്നു. ഒരു 1000 രൂപയൊക്കെ അടിച്ചു. ബാക്കി നമുക്ക് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് ബാക്കി അടിക്കാമെന്നുള്ളതായിരിക്കണം കേട്ടോ. തമിഴ്നാട്ടിൽ 3 രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടുത്തെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞു. നമ്മൾ ഏകദേശം അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മളിതിപ്പോൾ ഏകദേശം നടുവട്ടത്തെത്തിട്ടോ. നടുവട്ടത്ത് നമ്മൾ ജസ്റ്റ് ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. നല്ല ചായയും ദോശയും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നല്ലൊരു ദോശയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകുന്ന വെച്ചിട്ട് ദോശയൊക്കെ ഓർഡർ ചെയ്തു. നല്ല കാലാവസ്ഥ, ചെറിയൊരു ചാറ്റലുമായും അത്യാവശ്യം നല്ല തണുപ്പായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഏകദേശം 13-14 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ഉള്ളത് താപനില കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നല്ലൊരു ദോശ ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ 3 ചായയും. മറ്റുള്ളവരൊന്നും എണീച്ചില്ല കേട്ടോ, അവരൊക്കെ ചെറിയൊരു മയക്കത്തിലാണ്. ഞങ്ങൾ എണീച്ചവർ മെല്ലെ കഴിക്കാനുള്ള പരിപാടി ഇട്ടു. അങ്ങനെ നല്ല സാമ്പാറും ചട്നിയും ഒക്കെ ആയിട്ട് നല്ലൊരു ചായയും കഴിച്ച് ഞങ്ങളങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ ചെറിയൊരു മൂവി ഇട്ടിരുന്നു വണ്ടിയിൽ. അപ്പോൾ നമ്മളെ ഓപ്പറേഷൻ ജാവ ഒരു അടിപൊളി മൂവി കേട്ടോ. അത് കാണാൻ വേണ്ടി നമ്മൾ TP ബസാറിൻ്റെ അവിടെ നിർത്തി. ക്ലൈമാക്സ് എത്തിയപ്പോൾ പിന്നെ അവിടെ നിർത്തി നമ്മൾ കണ്ടിട്ടാണ് പിന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഇങ്ങനെ ഏകദേശം ഒരു 3 മണിക്ക് അവിടെ നിർത്തി. ഏകദേശം 4 മണിയായപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഏകദേശം ഊട്ടിയിലേക്ക് എത്താൻ നേരത്തെ നമ്മൾ കണ്ടില്ല, റോഡിൻ്റെ നടുവിലൊരു കാട്ടി നിൽക്കണുണ്ട്. 2 ഉണ്ടായിരുന്നു, ഒന്നിനെ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് മുന്നോട്ട് പോയി. ഏകദേശം ഞങ്ങൾ പോകാനുള്ള നമ്മളെ ഈ ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് നിർത്തി. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം മയങ്ങി. ഒരു 4 മണി മുതൽ 6 മണി വരെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ കിടന്നു. ഒന്ന് വെളിച്ചം വെച്ചിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതിന് ഞാനൊന്ന് അവിടെ നിന്ന് മയങ്ങി. അതിനുശേഷം നമ്മൾ ഒരു 6 മണിയായപ്പോൾ എണീച്ചു. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് നല്ല വ്യൂ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അങ്ങോട്ട് പോയി നോക്കാമെന്നുള്ളതിൽ അങ്ങോട്ട് യാത്ര തിരിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. അവിടേക്ക് നല്ല കാലാവസ്ഥയും ലർച്ച ടൈമാണല്ലോ. അത്യാവശ്യം 13-14 തന്നെയാണ് ഇപ്പോൾ ഉള്ള കാലാവസ്ഥ ഈ ഊട്ടിയിലുള്ളത്. നല്ല തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ആണ് ഊട്ടിയിൽ അതുപോലെ തന്നെ കേട്ടോ. ഇതിലെ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ മലകളൊക്കെ, ചില മലകളൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഒരു അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ എണീച്ചു. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ച് നമ്മൾ കൂണൂർ റോഡിലുള്ളത്. അപ്പോൾ കൂണൂർ റോഡിൽ പണ്ട് നമ്മൾ വർക്ക് ചെയ്തൊരു ഹോട്ടലുണ്ട്, റോയൽ സാൻഡ്. അപ്പോൾ അത്യാവശ്യം റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ലോക്കൽസിന് പറ്റിയതും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലും റെസ്റ്റോറൻറ്റും എല്ലാം ഉള്ളൊരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലാട്ടോ അത്. അപ്പോൾ നമ്മൾ തൽക്കാലം അവിടെ നിന്ന് ഫ്രഷായി. പിന്നെ നമുക്കവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം. അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയതാണ്. നമ്മൾ സെൽവേട്ടനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. നല്ല അത്യാവശ്യം നല്ല വൃത്തി നീറ്റുമായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹോട്ടലും അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഒരുവിധം എത്ര പേര് വന്നാലും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഒരുപാട് സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിച്ച്
ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ ഇവിടെ. ഞാൻ പണ്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ. അപ്പോൾ നല്ല സൗകര്യമുള്ളൊരു ഹോട്ടലും അതിനുള്ള ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പൂരിയും ഫുഡായിട്ടില്ല, അപ്പോൾ 7 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ 7:30 മണിയാവും ഫുഡാവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഏതായാലും ഒന്ന് ഫ്രഷായി ഞങ്ങളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പൂരിയും ബാജിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം ഇപ്പോൾ റെഡിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചിട്ട് നമ്മളവിടുന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് കോത്തഗിരി റൂട്ടിലാട്ടോ. അങ്ങനെ നമ്മളെ ഫുഡ് വന്നു, എല്ലാവരും തിരക്കിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഫുഡ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് 400 രൂപ 390 രൂപ കേട്ടോ. അതായത് 10-12 പൂരിയും ഒരു ബാജിക്കറിയും 6 ചായയൊക്കെ കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് നേരെ ഇനി നമ്മൾ കൂണൂർ റോഡിൽ പിന്നെ നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരും. ഇവിടെ നമ്മൾ വലത്തോട്ട് കയറിയിട്ടോ പോകേണ്ടി. നമുക്ക് പോകാനുള്ളത് കോത്തഗിരിയാണ്. കോത്തഗിരിയിൽ നിന്ന് പിന്നെ നമ്മൾ അവലാഞ്ചി റൂട്ട് പോയിട്ട് അവിടുന്ന് പിന്നെ ഊട്ടിയിലേക്ക് തന്നെ തിരിച്ച് വരിക. നമ്മൾ പോണത് കോത്തഗിരി റൂട്ടിലും അവിടുന്ന് തിരിച്ച് വരുന്നൊരു അവലാഞ്ചി അടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അവലാഞ്ചിയും കൂടി ടച്ച് ചെയ്തിട്ട് പോരാം. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു 1 ഡേ ട്രിപ്പ് തന്നെ നമുക്ക് കോത്തഗിരിയും കാണാം, അതുപോലെ തന്നെ അവലാഞ്ചിയും കാണാം. പിന്നെ തിരിച്ചെത്തിക്കുകയാണെങ്കിൽ നമുക്ക് കർണാടക ഗാർഡനും കാണാൻ കഴിയും. ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ടൂറ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഞങ്ങൾക്ക് ആ രീതിയിൽ എത്തിപ്പെടാൻ കഴിയുമെന്നാണ് ഞങ്ങളൊരു കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കയറിയും തന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂ ആട്ടോ കിട്ടുക. നല്ല തേയിലത്തോട്ടങ്ങളുടെ വ്യൂ ആണ്. ഇവിടെ തുടക്കം തന്നെ നമുക്ക് ആ ഒരു ഇതിലാണ് പോകുന്നത്. നല്ല രണ്ട് സൈഡ് എന്ന് പറയാനല്ല, ഒരു സൈഡ് നമ്മളെ ഇടത്തെ ഭാഗം നല്ല തേയിലത്തോട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക കേട്ടോ. മറ്റേ സൈഡിൽ കുറേ വീടുകൾ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വൺ സൈഡ് നമുക്ക് ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ നല്ലൊരു വ്യൂ ആണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ റൂട്ടിലാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ലൗഡേൽ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളെ ടോയ് ട്രെയിനിൻ്റെ ഏറ്റവും നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ. ഒരുവിധം റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ അപാര വ്യൂ ഉണ്ടാവും അവിടെ. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റിയ നല്ല റെയിൽവേ സ്റ്റേഷനാണ്. അതിന് അങ്ങനെ എപ്പോഴും ഫുൾ ടൈം വർക്കിംഗ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ട്രെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനത്തെ ഈ ട്രോയിൻ ടൈം വരുന്നവരും മാത്രമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണത്. ഇപ്പോഴത്തെ നമ്മൾ ഏകദേശം ലൗഡേൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ളത്. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ല കയറുന്നത്. ഇവിടെ ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ള. അപ്പോൾ അതിലെങ്ങനെയാട്ടോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു സ്റ്റേഷനാണിത്. അടിപൊളിയായി. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടല്ലോ. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നാൽ മതി, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. അതിനോട് ചേർന്നൊരു ഇടത് ഭാഗത്തൊക്കെ ഒരു ഗേറ്റ് കാണാം. അങ്ങോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കേട്ടോ. അതാ ഈ ഒരു വ്യൂ. ഞാൻ ഇതിൻ്റെ ഒരു റീൽസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീടുണ്ട്. അതിനോട് എന്താ പറയുക, ഒരു നല്ലൊരു അടിപൊളി പൂന്തോട്ടവും കാര്യങ്ങളും. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കണം നല്ലൊരു എന്താ പറയുക ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അടിപൊളി ഡെസ്റ്റിനേഷനാണ്. നമുക്ക് എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു വ്യൂ പോയിൻ്റാണത്. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ട് വന്നതൊന്നുമല്ല. ജസ്റ്റ് അങ്ങനെ റോഡ് കണ്ട് ജസ്റ്റ് ഒരു വ്യൂവും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കയറി നോക്കിയത് തന്നെ. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആരും മിസ് ചെയ്യരുത്, അങ്ങോട്ട് കയറണം. എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഓപ്പൺ ആയിക്കണമെന്നൊന്നുമില്ല. കണ്ടില്ലേ ആ ഒരു വീടാട്ടത്. നമ്മൾ കയറുമ്പോൾ തന്നെ കിട്ടും നമുക്കൊരു ചെറിയൊരു മരത്തിൻ്റെ ഗേറ്റൊക്കെ ആയിട്ട് ഒരു അടിപൊളി വീട്. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ മുന്നോട്ട് നമ്മൾ കോത്തഗിരിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമുക്ക് കോത്തഗിരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോത്തഗിരി പ്രത്യേകിച്ചൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പോണ റൂട്ട് ഇതൊരു അപാര വ്യൂ തന്നെയാണ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണ് കോത്തഗിരി. നമുക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നത് കാണാം എന്നൊന്നും കോത്തഗിരിയിലില്ല എന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടും അതുപോലെ കൂട്ടുകാരൊക്കെ ആയിട്ട് ബൈക്ക് റൈഡോ ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഊട്ടിയിൽ നിന്നും മാറി ഒന്ന് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്ന് പിന്നെ ഒരു 10-40 ഹെയർ പിൻ ബെൻഡുകൾ കയറിയിട്ട് വേണം നമുക്ക് കോത്തഗിരിയിലെത്താൻ. അപ്പോൾ അങ്ങനെ ഒരു വൈബ് ആസ്വദിച്ച് പോകുന്നവർക്ക് മാത്രമേ കോത്തഗിരിയിൽ പോയിട്ട് കാണുള്ളൂ. കുറേ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ ആയിട്ട് എന്താ പറയുക, നമുക്ക് നല്ലൊരു മഞ്ഞ് മൂടിയ കാലാവസ്ഥയൊക്കെ അങ്ങനത്തെ ഒരു ആസ്വദിച്ച് പോകാൻ പറ്റിയവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ കോത്തഗിരി. അല്ലാതെ പ്രത്യേകിച്ച് പോയിട്ട് നമുക്കൊന്നും അവിടെ പ്രത്യേകിച്ചൊരു ഇന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് കോത്തഗിരിയിൽ കാണാനില്ല. പോകുന്ന വഴിക്ക് തന്നെ എല്ലാം കാഴ്ചകളാണ്. അതാണ് കോത്തഗിരിയിലേക്കുള്ള റൂട്ട്. പിന്നെ അവിടെ നല്ലൊരു ഡാം വ്യൂ ഉണ്ട്.
നമുക്കൊരു പാലത്തും വന്ന് കിട്ടും. അപ്പോൾ നമുക്കത് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടുകളെല്ലാം നമ്മൾ ആസ്വദിച്ച് പോകാൻ കോത്തഗിരിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ന സ്ഥലത്തെത്തിയിട്ട് ഇന്നത് കാണാനുണ്ടാവുമെന്ന് വെച്ച് തിരക്കിട്ട് പാഞ്ഞ് ഒരിക്കലും പോകരുത്. കോത്തഗിരിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ വ്യൂവും കാണുമ്പോൾ നമ്മൾ നിർത്തി അതിനെ ആസ്വദിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും നമുക്ക് തേയിലത്തോട്ടങ്ങളും പിന്നെ നല്ല നല്ല മലനിരകളും മാത്രമേ കാണാനുണ്ടാവും കേട്ടോ കോത്തഗിരി റൂട്ടിൽ. അതിലൊക്കെ നല്ല ചില സ്ഥലത്തൊക്കെ വെറും മഞ്ഞ് മൂടിയിട്ട് ചിലപ്പം മലനിരകളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചില സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. അവിടെ സ്റ്റാർട്ടിംഗ് ആണ്, ഊട്ടിയിലിപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക, പിന്നെ താപനില അങ്ങ് 14-13 എത്തി നിൽക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ ഊട്ടിയിലേക്ക് വരാൻ പറ്റുന്ന ടൈമാണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നാൽ നമുക്ക് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു ടൈമാണ് ഇപ്പോൾ ഊട്ടിയിലുള്ള കാലാവസ്ഥ. ഞങ്ങൾ പോയപ്പോൾ കൂടുതലായിട്ട് മഴയൊന്നും കിട്ടിയില്ല, എന്നാലും ചെറിയ ചാറ്റൽ മഴ ആയിട്ടുണ്ടായിരുന്നു. ഇനി മഴ കൂടുമോ എന്നും അറിയില്ല കേട്ടോ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഉള്ളത് നോർമലി ഒരു എന്താ പറയുക നല്ലൊരു നമുക്ക് പറ്റിയൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ആസ്വദിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്താ പറയുക കുട്ടികളൊക്കെ തണുത്ത് കുറച്ച് അങ്ങനെ നിൽക്കുകയാണ്. പുറത്തിറങ്ങാൻ മടിയാണ് പലർക്കും, തണുത്തിട്ട് ആ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളിങ്ങനെ യാത്ര നമ്മൾ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. ഏകദേശം നമ്മൾ പോണ യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ പോയിന്റിൽ ഇറങ്ങി അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 8 മണിയായപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോത്തഗിരിയൊക്കെ ലക്ഷ്യമാക്കി വരണവർ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് 10-60 കിലോമീറ്റർ നമുക്ക് ഊട്ടിയിൽ നിന്ന് കോത്തഗിരിയിലേക്ക് ഉണ്ട്. ഇപ്പോൾ 2 മണിക്കൂറോളം നമുക്ക് റൺ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് നേരത്തെ ഇറങ്ങിയാലേ നമുക്ക് കോത്തഗിരിയും അതുപോലെ തന്നെ അവലാഞ്ചും നമുക്ക് കർണാടക ഗാർഡനൊക്കെ നമുക്ക് കണ്ട് തിരിച്ച് ഒരു 1 ഡേ ടൂർ എന്ന നിലയ്ക്ക് പോകാൻ കഴിയും. അതല്ലെങ്കിൽ കോത്തഗിരി ഒരു ദിവസം തന്നെ കണ്ട് തീർക്കേണ്ടി വരും. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 4-5 മണിക്കൂർ യാത്ര റണ്ണിങ് വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നേരത്തും കാലത്തും റൂമൊക്കെ എടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ റൂമിൽ നിന്നൊക്കെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അതല്ല നാട്ടിൽ നിന്ന് വരുന്നവർ ആണെങ്കിൽ നേരത്തെ ഇറങ്ങിയിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പം ഊട്ടിയിലെത്തി അതിനുശേഷം അവിടെ നിന്ന് ഫ്രഷായി നമുക്കൊരു 8 മണി 8 മണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് റൺ ചെയ്ത് കോത്തഗിരിയിൽ ഭാഗത്തേക്ക് നീങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്നാലേ നമുക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ നമുക്ക് കവർ ചെയ്ത് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഏകദേശം 7-8 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലൗഡയിലൊക്കെ കയറി ഞങ്ങളങ്ങനെ എല്ലാ പോയിൻറ്റുകളും കവർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകും. വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകൾ തന്നെ ആയിരിക്കാം കാണുന്നത്, പക്ഷേ ഇത് ഓരോ എന്താ പറയുക മുന്നോട്ട് പോകുന്തോറും നമുക്ക് ക്യാമറ മാറ്റി വെക്കാൻ തോന്നാത്തൊരു കാഴ്ചകളാട്ടോ മുന്നിൽ. അപ്പോൾ നിങ്ങൾ ക്യാമറയിലൂടെ എത്രത്തോളം നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക നല്ല കാഴ്ചകളാണ് നമുക്ക് മുന്നോട്ട് ഓരോ നിമിഷവും നമുക്ക് കിട്ടട്ടോ. നമ്മൾ ക്യാമറ ഒരിക്കലും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് എപ്പോഴും വരുന്നത്. ഓരോ കാഴ്ചയും അത്രയും മനോഹരമാണ്. തേയിലത്തോട്ടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മലനിരകൾ കൊണ്ടും സമ്പൂർണ്ണമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആ ഒരു ഡാം വ്യൂ ആണ് ഇവിടെ നിന്ന് വരുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളാണ് ഇറങ്ങി എടുത്തിരുന്നത്. വീഡിയോ ഇവിടെ മിസ്സായി. പക്ഷെ ഇവിടെ ഇറങ്ങി വ്യൂ എടുക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ അടിയിൽ കൂടി നല്ലൊരു വാട്ടർ പാസേജൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡാമിൻ്റെ ഒരു വ്യൂ അവിടെ നിന്ന് കാണാം. അങ്ങനെ അവിടുന്ന് ഇനി നമുക്ക് ഇവിടുന്ന് എയർപിൻ ബെൻഡാണ് കേട്ടോ. 34 എയർപിൻ ബെൻഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മേലോട്ട് എത്തിപ്പെടും. 34 എയർപിൻ ബെൻഡുകളുണ്ട്.
അങ്ങനെ നമ്മൾ ഏകദേശം മാഞ്ഞൂർ എത്തിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ കോത്തഗിരി എത്തിയാലും എത്രത്തോളം അവിടെ ഷോപ്പുകളുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ കോത്തഗിരി എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലയെന്ന് നമുക്ക് ഇവിടുന്നും ഒരു ന്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ചെറിയ കൺഫ്യൂഷനിലാണ്. അങ്ങോട്ട് അത്രയും ദൂരം നമ്മൾ ഓടിച്ച് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്നാലും നമ്മൾ മുന്നോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തോട്ട് കയറി നേരെ പോയാൽ നമ്മൾ കോത്തഗിരി ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തോട്ട് കയറി കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളോട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഹോട്ടലിൽ കയറി. അവിടെ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീഫുണ്ട്, അതുപോലെ തന്നെ ദോശയുണ്ട്, പൊറാട്ട ഉണ്ട്, ഇഡ്ഡലി. അപ്പോൾ നമ്മൾ 2 കൊത്തു പൊറാട്ടയും പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ദോശയും പറഞ്ഞു. ദോശയ്ക്ക് നല്ല ചട്ടിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൊത്തു പൊറാട്ട കഴിച്ചത്, ഒരാൾ മാത്രം ദോശയും കഴിച്ചു. പിന്നെ നല്ല ചായയും കിട്ടി. അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ നമുക്കൊരു നല്ലൊരു ഡെസ്റ്റിനേഷൻ കിട്ടി. നമ്മൾ അവിടെ കയറി. പക്ഷേ ഞങ്ങൾ അവിടെ കുറേ ചുവന്ന വരകളൊക്കെ ഉണ്ടായി, പാറമലക്കം. പെട്ടെന്ന് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരാൾ അവിടെ ഉള്ള ആളാണെന്നോ എന്നറിയില്ല, അവിടുത്തെ ഒരാൾ വന്ന് പറഞ്ഞു അത് അമ്പലമാണ്, അപ്പോൾ നിങ്ങൾ ഷൂട്ടൊന്നും അങ്ങോട്ട് കയറരുത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറിപ്പോയി. പക്ഷേ ഇനി പോകുന്നവർ ശ്രദ്ധിക്കുക, അങ്ങോട്ട് കയറുകയാണെങ്കിൽ തന്നെ ഷൂ ഒക്കെ ഒഴിവാക്കിയിട്ട് കയറുക. ഒരു മതത്തിൻ്റെ ആരാധനാലയമാണല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ ബഹുമാനം കൊടുക്കണമല്ലോ. നമ്മൾ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ അവിടെ എത്തിപ്പെട്ടത്. അതിൽ ഖേദമുണ്ട്. ഏതായാലും നമ്മൾ പിന്നെ അയാൾ പറഞ്ഞതോടുകൂടി പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി. നമ്മൾ ഷൂട്ടത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് ദൂരെ മുന്നോട്ട് കുറേ അങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ പാറമേൽ തന്നെ നിന്നില്ലായിരുന്നു. കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കയറുകയാണെങ്കിൽ തന്നെ ഷൂടാണ്ട് അങ്ങോട്ട് കയറുക. എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൃത്തികേടാക്കാത്ത രീതിയിൽ തിരിച്ചു പോയിരുന്നു. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടാൽ ആരും ഇറങ്ങില്ല. അങ്ങനത്തെ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവിടെ, ഇങ്ങനെ പ്രശ്നമുള്ള ഏരിയ ആണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ കോത്തഗിരി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല റൂട്ടാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോരാനും തോന്നുന്നില്ല. ഇനി കുറേ പോകാനുണ്ട്, 10-30 കിലോമീറ്റർ ഇനിയും ഓടാനുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ്. കോത്തഗിരി എത്തണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് യാത്ര തിരിച്ചത്. അപ്പോൾ ഓരോ യാത്രയിലും ഇത്രത്തോളം കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. അപ്പോൾ നമ്മളെ യാത്രയിൽ അടുത്തൊരു ഡെസ്റ്റിനേഷനാണ് അത്. നമ്മൾ കണ്ടപ്പോൾ നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു വ്യൂ പോയിൻറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വലത് ഭാഗത്തായിട്ട് നല്ലൊരു ഫോട്ടോ സ്പേസിനുള്ളൊരു ചെറിയൊരു തേയിലത്തോട്ടമൊക്കെ കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തി. അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ കുട്ടികൾക്കൊക്കെ, നമ്മളിപ്പോഴുള്ള ആൾക്കാർക്ക് കൂടുതൽ ഫോട്ടോസിൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിൻറ്റ് കേട്ടോ, നല്ലൊരു വ്യൂ ഉള്ള ഏരിയയാണ്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി അത്യാവശ്യം ടൈം അവിടെ നിന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചത് കേട്ടോ. പിന്നെയും മുന്നോട്ട് പോയപ്പം നമ്മൾ അടുത്തൊരു നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ കിട്ടി. ഇതൊക്കെ നമ്മൾ കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. നമ്മളിപ്പോൾ ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാനാവുമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഒരു കാലാവസ്ഥയും നമ്മുടെ ഈ കാഴ്ചകളും അവിടുത്തെ മഞ്ഞ് മൂടിയ ആ പ്രദേശവും ഒക്കെ നമുക്കൊരു പ്രത്യേക വൈബ് തന്നെ തരിക. നമ്മൾ ഇങ്ങനെ ക്യാമറയിലൂടെ നമ്മളെ ഈ വോയിസും നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ റൂട്ടിലൊക്കെ ഒരു വട്ടം ഉണ്ടെങ്കിലും നമ്മളൊന്ന് ആസ്വദിച്ച് പോകണം എന്നുള്ളതാണ് ഞാൻ പറയാം. കോത്തഗിരി എത്തിയില്ലെങ്കിലും ഈ റൂട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരണം. അതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും നമുക്ക്. അടുത്ത് നമ്മൾ ഇറങ്ങിയ മറ്റൊരു പോയിൻ്റ് ആട്ടത്. നമ്മൾ നോക്കണേരം താഴത്തുനിന്ന് ഫുള്ള് മഞ്ഞിങ്ങനെ പാറി വരിക മുകളിലോട്ട്. അത്രത്തോളം മഞ്ഞാണ്. ആ കുറച്ച് കഴിയുമ്പോൾ ആ മലകളൊക്കെ മൂടി കാണാത്ത രീതിയിൽ അങ്ങനെ മഞ്ഞ് മൂടിപ്പോവും. അത്രത്തോളം മഞ്ഞായിരുന്നു ആ ടൈമിൽ. ടൈം ഏകദേശം ഒരു 9 മണി 10 മണി ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ അത്രത്തോളം സ്പെൻഡ് ചെയ്താണ് നമ്മൾ വണ്ടി ഓടിച്ച് വരുന്നത്. നമ്മൾ ഒറ്റയടിക്ക് കോത്തഗിരി എത്താമെന്നുള്ള നിലയ്ക്കല്ല നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ടൈം കുറേ ഞങ്ങൾക്ക് മിസ്സാകുന്നുണ്ട്. ഞങ്ങൾ അത്രയും സ്ലോ അല്ലാട്ടോ വണ്ടി ഓടിച്ച് വരുന്നത്. നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് അവിടെ നിർത്തി അങ്ങനെ മുന്നോട്ട് പോകുന്നത് കണ്ടില്ലേ. മലകളൊക്കെ മൂടി വരികയാണ് മഞ്ഞുകൊണ്ട്. നമ്മളവിടെ നിർത്തി പിന്നെ വീണ്ടും ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. ഓരോ സ്ഥലങ്ങളും അത്രത്തോളം മനോഹരമാണ്. കുറേ മലനിരകളെ കൊണ്ടും തായ്വാരങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോത്തഗിരി എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ മുന്നോട്ട് കാണുന്നുണ്ടല്ലോ, മലകളൊക്കെ മഞ്ഞിനാൽ മൂടിക്കെടുക്കുകയാണ്. ഇപ്പോൾ അത്രയും വൈബിലായിട്ടുള്ളത്.
മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു പിന്നെ ഹെയർ പിൻ ബെൻഡുകൾ താഴോട്ടേക്ക് ഇറങ്ങും കേട്ടോ. ഇതുവരെ നമ്മൾ കയറിയതായിരുന്നു, ഇപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങണ കോലത്തിലുള്ളത്. ഇപ്പോൾ നിങ്ങളവിടെ സൈൻ ബോർഡ് കണ്ടില്ലേ, ഇനി 15 താഴോട്ടേക്ക് ഇറങ്ങാനാണ് കാണിക്കുന്നത്. അങ്ങനെ പല രീതിയിലായിട്ടാണ് ഇവിടെ വരുന്നത്. കുറേ കയറിക്കിന്, കുറേ ഇറങ്ങിക്കിന്, അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. എന്തായാലും റോഡ് അടിപൊളിയാണ്, രക്ഷയില്ല. ആ റൂട്ട് പ്രത്യേകിച്ച് എന്താ പറയുക, ആ റൂട്ടിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കോത്തഗിരിയിൽ അടിപൊളിയായിട്ട് തന്നെ വരുന്നത്. നമുക്കിത് അവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ ഉള്ളോട്ടായിട്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ വണ്ടി നിർത്തി. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു എന്താ പറയുക, തേയിലത്തോട്ടത്തിൻ്റെ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ലൊരു സിറ്റിംഗ് ഏരിയയും കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങോട്ട് നടന്ന് പോയി. കുറച്ച് ദൂരത്തെ എന്താ പറയുക, ഒരു 100 മീറ്റർ മാറി ഞങ്ങൾ വണ്ടി നിർത്തിയത്. അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാറിയാണ് നിർത്തിയത്. അപ്പോൾ പിന്നെ അവിടെ പോയി, പിന്നെ നമ്മൾ നടന്ന് പോയി ഞങ്ങളവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. തിരിച്ച് ഞങ്ങൾ യാത്ര തന്നെ തുടർന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ യാത്രയും എന്താ പറയുക, ഞാൻ ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വെറുപ്പിക്കലായി മാറും. ഇത് അത്രയും സുന്ദരമാണ് കാഴ്ചകൾ. അപ്പോൾ കോത്തഗിരി ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ചൂസ് ചെയ്യാമെന്ന് പറയും. പക്ഷേ കുറച്ച് കൂടുതൽ ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ യാത്രയിൽ പെട്ടെന്ന് പോയി വരാൻ പറ്റിയൊരു സ്ഥലമല്ല കോത്തഗിരി. കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകുന്നവർക്ക് മാത്രം പറ്റിയൊരു സ്ഥലമാണ് കോത്തഗിരി എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പെട്ടെന്ന് പോയി വരുന്നാൽ നമ്മളെപ്പോഴും ഊട്ടിയിൽ പോയിട്ട് ഈ വൃന്ദാവൻ ഗാർഡൻ എന്താ പറയുക, ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ തന്നെ ബോട്ട് ഹൗസും പിന്നെ നമ്മളെ പെയിൻ ഫോറസ്റ്റും മാത്രം കണ്ട് തിരിച്ചു പോരുന്നതിലും നമുക്ക് സ്വന്തമായിട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കോത്തഗിരിയും അതുപോലെ തന്നെ എന്താ പറയുക കിന്നക്കുരയും ഒക്കെ. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അട്ടപ്പാടി വഴി പിന്നെ കോത്തഗിരി പോയി. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നേരെ പിന്നെ നാടുകാണി വഴി വന്ന് പിന്നെ ഊട്ടിയിലെത്തി. അവിടെ നേരെ കിന്നക്കുരയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിലുണ്ടല്ലേ ഈ ഒരു കാഴ്ചകൾ എപ്പോഴും കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഊട്ടിയിൽ നിന്ന് മാറി തന്നെ നമ്മൾ വരണം. ഇതൊരിക്കലും ഊട്ടി കാണാൻ വന്നവരൊരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ. കോത്തഗിരിയും കിന്നക്കുരയും ഒന്നൊരിക്കലും ആരും എത്തിപ്പെടാറുമില്ല, ആരും പോകാറുമില്ല. നമ്മൾ സ്കൂളിന് ടൂർ വരികയാണെങ്കിൽ, അതായത് ഫാമിലി ആയിട്ട് വരികയാണെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ തന്നെ വൈൻ ഫോറസ്റ്റും ബോട്ട് ഹൗസും ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകും. അതിനുള്ള ടൈമേ നമുക്ക് കിട്ടാറുള്ളൂ. കർണാടക ഗാർഡനിലും കൂടി ആരും എത്താറില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനും പലപ്പോഴും ഊട്ടിയിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ പല റീൽസൊന്നും കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു എന്താ പറയുക ഈ യാത്ര നമ്മൾ സെലക്ട് ചെയ്തതും. ഏതായാലും മോശമായിട്ടില്ല, നല്ല അപാര റൂട്ടാണ്. നമുക്കൊക്കെ എന്താ പറയുക ഈ കാലാവസ്ഥയിൽ പോയി വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലം എന്ന് തന്നെ പറയണം. അപ്പോൾ ടൈമുള്ളവരും ഇങ്ങനത്തെ യാത്രകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവരും കിന്നക്കുര ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഞങ്ങളിതാ അടുത്ത പോയിന്റിലും നിർത്തി. ഞങ്ങളവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്രയായി. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കിന്നക്കുര മസ്റ്റ് ട്രൈ ആയി. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് യാത്ര ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് കിന്നക്കുര. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്നുട്ടോ. നമ്മളിപ്പോൾ ഏകദേശം കോത്തഗിരി ഇനിയും ഉണ്ട്, ഒരു
10-12 കിലോമീറ്ററോളം നമുക്ക് ഇനിയും പോകാനുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന ഒരു വണ്ടിക്കാർ പറഞ്ഞു നിങ്ങൾ വെറുതെ എത്രത്തോളം ദൂരം പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര അവസാനിപ്പിക്കണോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ. ഞങ്ങൾ ഇപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ടും കാണാനുള്ളത്. അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നും ഉള്ള ഒരു അഭിപ്രായം ഞങ്ങൾ ഒരു വണ്ടിക്കാരിങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. അവർ പോയി അത്രയും ദൂരം പോയി അവർക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കിട്ടിയില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ച് ഞങ്ങളും. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു പിന്നെ നമ്മളങ്ങനെ അത്രയും ദൂരം ഓടിപ്പോകണോ വെറുതെ എന്താ വെച്ചാൽ എയർപിൻമെൻ്റ് തന്നെ കുറേ ഇറങ്ങാനുള്ളത്. അപ്പോൾ ഇനി തിരിച്ച് അതൊക്കെയും കയറി പോകണ്ടേ. അപ്പോൾ നമ്മൾ അത്രയും ദൂരം ഇനി അങ്ങോട്ട് പോകണോ. അപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെ ഇനി അങ്ങോട്ടും കാണാനുള്ളൊരു കാട്ടിലൂടെ പോകുന്നവരെ നമുക്കൊരു അടിപൊളി ഫീലൊക്കെയാണ് കിട്ടാനുള്ളത്. എത്രത്തോളം നമ്മൾ 10-40 കിലോമീറ്ററോളം നമ്മൾ ഇതന്നെയാണ് ആസ്വദിച്ചത്. ഇനി അങ്ങോട്ട് അത് തന്നെ പോകണോ, ഇനി തിരിച്ചും നമുക്ക് അത്രയും തോളം കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് ഓടാനുള്ളത് കൊണ്ടും അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏകദേശം വണ്ടി തിരിച്ച് നമുക്കിനി എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോണ റൂട്ടിൽ നമുക്ക് അവലാഞ്ചി ഗൂഗിൾ മാപ്പിലിട്ടാൽ നമുക്ക് അവലാഞ്ചിയും കൂടി ടച്ച് ചെയ്തിട്ട് അങ്ങ് പോകാം. മറ്റേ തിരിച്ച് നമ്മൾ മാഞ്ഞാറ് വഴി തന്നെ പോകുകയാണെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെ നമുക്ക് കിട്ടും. അപ്പം അവലാഞ്ചി പോയാൽ നമുക്ക് 3:30 വരെ അവലാഞ്ചി അവിടെ ഓപ്പണിംഗ് ആണ്. 3:30 മുതൽ രാവിലെ 8:30 മുതൽ 3:30 വരെയാണ് അവിടുത്തെ എൻട്രി ടൈം. അപ്പോൾ നമുക്ക് അവലാഞ്ചി പോകുമെന്നുള്ളൊരു കണക്കൂട്ടൽ നമ്മൾ എന്താക്കി ഇവിടെ നിന്ന് തിരിക്കുക കേട്ടോ വണ്ടി. നമ്മൾ ഈ കോത്തഗിരി ഗ്രാമത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ കോത്തഗിരി റൂട്ടിലേക്ക് കോത്തഗിരി അല്ല കേട്ടോ, കിന്നക്കുര റൂട്ടിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ കിന്നക്കുരയിലേക്ക് നമ്മൾ പോകുന്നില്ല, നേരെ തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് നമ്മൾ അവലാഞ്ചി കേട്ടോ നമ്മൾ അടിക്കുന്നത്. ഇവിടെ നമ്മൾ അവലാഞ്ചി ഗൂഗിൾ മാപ്പിൽ അവലാഞ്ചി അടിച്ചാൽ നമ്മൾ കറക്റ്റ് അവലാഞ്ചി എത്തിക്കിടാൻ കഴിയും. അപ്പോൾ 2 റൂട്ടിന് പോകും. മാഞ്ഞാറ് വയ്ക്കുമ്പോൾ നമ്മൾ അവലാഞ്ചി റൂട്ടിന് പോകും. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് അവലാഞ്ചി റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവലാഞ്ചി തടാകവും അതുപോലെ തന്നെ അവലാഞ്ചിയിൽ നല്ലൊരു വൈൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. വാട്ടർഫാൾസ് പിന്നെ അവിടുന്ന് ജീപ്പ് സവാരി എടുത്ത് പോയാലേ കാണാൻ കഴിയും, കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു തടാകം ഉണ്ട് അവിടെ, അത് കാണാം. അതിൻ്റെ ഒരു പിന്നെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലങ്ങളുണ്ട്, ചെറിയൊരു ബ്രിഡ്ജ് കാര്യങ്ങൾ, അതൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ആസ്വദിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഏകദേശം അങ്ങോട്ട് തിരിച്ചു. നമ്മളിപ്പോൾ ഏകദേശം അവലാഞ്ചിയിലെ എൻട്രിയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ഉള്ളോട്ട് പോയാലാണ് നമ്മൾ അവലാഞ്ചി ഇതിലേക്ക് എത്തിപ്പെടുക. കുറച്ച് കാട്ടിലൂടെ തന്നെ പോകുന്നുണ്ട്. ഒരു എന്താ പറയുക, അവലാഞ്ചി അവിടുന്ന് മെയിൻ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. അത് ഫോറസ്റ്റിൻ്റെതാണെന്ന് തോന്നുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ അവലാഞ്ചി ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. നമ്മൾ ഏകദേശം ഒരു 2-2:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ 1 മണിക്കാണ് നമ്മൾ കിന്നക്കുരയിൽ നിന്ന് നമ്മൾ ഏകദേശം തിരിച്ചത്. ഒരു 2 മണിക്കൂറോളം നമുക്ക് റണ്ണിങ് ഉണ്ട് തിരിച്ച് നാട്ടിലേക്കോ. അത്രത്തോളം എന്താ പറയുക, ചെറിയ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടി അത്ര സ്പീഡിലങ്ങ് പോരാൻ കഴിയില്ലല്ലോ. ഒരു 1.5-1.25 മണിക്കൂർ ടൈം എടുത്താണ് നമ്മൾ അവലാഞ്ചിയിൽ എത്തിയിട്ടുള്ളത്. കിന്നക്കുരയിൽ നിന്ന് കേട്ടോ. കിന്നക്കുരയിൽ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. അവിടുന്ന് ഒരു 10 കിലോമീറ്റർ മുന്നേ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഏകദേശം അവലാഞ്ചി റൂട്ടും എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഭാഗത്തും കാണാനുള്ളത്. ഊട്ടിയുടെ പല ഉൾപ്രദേശങ്ങളിലും തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ അവലാഞ്ചിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് എൻട്രൻസ്. ഇവിടെ നമുക്ക് പിന്നെ വണ്ടിക്കും പാർക്കിങ്ങിനും അതുപോലെ തന്നെ നമുക്കൊരാൾക്ക് ഉള്ള ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്കും ഇതിൽ പിന്നെ 5 വയസ്സിന് മേലോട്ടൊക്കെ ടിക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 290 രൂപ നമ്മൾ ആൾ കൊടുത്തു. 6 പേർക്ക് ടിക്കറ്റ് കേട്ടോ. 6 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിൻ്റെ പാർക്കിംഗ് ഫീസും ആയിരിക്കും. അങ്ങനെ മൊത്തം 290 രൂപ നമ്മൾ അവിടെ കൊടുത്തു. നമുക്ക് ഇവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ച് പോലും പറഞ്ഞത് ഒരു തടാകമുണ്ട്, പിന്നെ നമുക്കൊരു ഫൈൻ ഫോറസ്റ്റ് വ്യൂ ഉണ്ടാവും, പിന്നെ നമുക്ക് ഒരു പിന്നെ വാട്ടർഫാൾസ് ഉണ്ട്. വാട്ടർഫാൾസും പിന്നെ ജീപ്പ് സഫാരിക്ക് നമ്മൾ സെപ്പറേറ്റ് റേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാലേ നമുക്ക് വാട്ടർഫാൾസിലേക്ക് എത്താൻ കഴിയും. കുറച്ചൊക്കെ കൊണ്ട് ഉള്ളോട്ട് പോകാനുണ്ടാവും. അപ്പോൾ 3:30 ഇവിടെ എത്തിയാൽ നമുക്ക് ഉള്ളിൽ കടത്തി വിടും. അത് കഴിഞ്ഞാൽ പിന്നെ ആരെയും കടത്തി വിടില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് പുറത്തിറങ്ങാമെന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ 3:30 വരെയാണ് ഇവിടെ എൻട്രൻസ് ഉള്ളൂ കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം ഞാൻ കുറച്ച് മുന്നേ നമ്മൾ ഊട്ടിയിൽ വർക്ക് ചെയ്ത ടൈമിൽ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ അവലാഞ്ചി കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ച് നേരം വൈകിപ്പോയി. 4 മണി 4:30 ടൈം ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് മുന്നേ ഇറങ്ങിയതും ഇങ്ങോട്ട് എത്തണം എന്നുള്ളതിലേക്ക് നമ്മൾ കൂടുതൽ കിന്നക്കുരയിലേക്ക് പോകാതെ തിരിച്ച് പോകുന്നതും അവലാഞ്ചും കൂടി നമ്മൾ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഈ ഒരു പ്രദേശത്ത് നല്ല ക്ലൈമറ്റാണ്. എന്താ പറയുക, ആ മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. നല്ല മഞ്ഞ് മൂടിയൊരു പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. കൂടുതൽ അങ്ങനെ ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. അവലാഞ്ചി അതുപോലെ തന്നെ കിന്നക്കുരയും കോത്തഗിരിയൊക്കെ തന്നെ യാത്രക്കാരൊന്നും ഇപ്പോഴും എത്തിപ്പെടാത്തൊരു ഏരിയയാണ് ഇതൊന്നും. ഊട്ടിയിലെ പല എന്താ പറയുക ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഇപ്പോഴും ആരും എത്തിപ്പെടില്ല. ഊട്ടിയിൽ ഇപ്പോൾ എല്ലാവരും എപ്പോഴും പോകുന്ന ആ സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും കാണാൻ ഊട്ടി എന്ന് പറഞ്ഞ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഊട്ടി ഇപ്പോൾ പെട്ടെന്ന് മടുത്ത് പോകുന്നത്. ഊട്ടി പോകുക എന്ന് പറയുമ്പോൾ എന്തിനാ അവിടെ പോകുന്നത്? അവിടെ ഇപ്പോൾ എന്താ ഒരു ഗാർഡൻ കാണാനുണ്ടാവും, റോസ് ഗാർഡൻ കാണാനുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബോട്ട് ഹൗസ് ഉണ്ടാവും. അതിനിപ്പോൾ അങ്ങോട്ട് പോകണമെന്നുള്ളൊരു മൈൻഡാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഏകദേശം
പിന്നെ അവലാഞ്ചി ലേക്കിൻ്റെ എന്താ പറയുക തടാകത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഫുള്ള് കുരങ്ങന്മാരാട്ടോ. അത് നിങ്ങളവിടെ വണ്ടി നിർത്തിയപ്പോൾ കുരങ്ങന്മാർ നമ്മളെ വളഞ്ഞു എന്ന് തന്നെ പറയാം. തലങ്ങും വിലങ്ങും കുരങ്ങന്മാരാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വേക്കോട്ട് വന്ന് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് വേക്കോട്ട് വന്ന് നമ്മൾ ആ പാലത്തുനിന്ന് നമ്മൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക് നമുക്ക് വീക്ഷിക്കാൻ കഴിയും. തടാകത്തിലേക്കുള്ള ഇവിടുന്ന് വാട്ടർഫാൾസ് വെള്ളച്ചാട്ടത്തു നിന്ന് വരുന്ന വെള്ളമാണോ എന്നറിയില്ല. നല്ലൊരു വെള്ളച്ചാട്ടം പോലെ തന്നെയാണ് അവിടെ നിന്ന് ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇതിനുള്ളിൽ കേട്ടോ. ഒരു ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരെ നമ്മളെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നൊരു പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൊരു നടത്താട്ടോ. ആ ഒരു വാക്കിങ് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മളെ തടാകത്തിൽ എത്തിപ്പെടും. അവിടെ നമുക്ക് കുറച്ച് സിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. നല്ലൊരു വ്യൂ ആണ്. നല്ലൊരു വ്യൂ ആസ്വദിക്കാം. നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റാണ്. എല്ലാം കൊണ്ടും നല്ല എന്താ പറയുക, പ്രത്യേകിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് നമുക്ക് കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയൊരു നല്ലൊരു കൂടുതൽ എന്താ പറയുക, ഒരു ആളനക്കമൊന്നും ഇല്ലാത്ത കൂടുതൽ ആളുകളൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് നമുക്ക് പെട്ടെന്നൊരു മൈൻഡിൽ ചെന്നെത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമാണ് അവലാഞ്ചി ലേക്കും അതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാകില്ല കാഴ്ചകളൊക്കെ. നല്ലൊരു മലനിരകളും അതിന് താഴത്തായിട്ട് വരുന്നൊരു തടാകവും അതിലേക്ക് ഒഴുകി വരുന്നൊരു എന്താ പറയുക, ഒരു പുഴ ഒഴുകി വന്ന് ആ തടാകത്തിലേക്ക് അങ്ങ് ചേരുകയാണ്. ആ ഒരു കാഴ്ച കേട്ടോ ഇവിടെ കാണാനുള്ളത്. നമുക്ക് ആ ബെഞ്ചിലിരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ചതുപ്പുണ്ട് കേട്ടോ, കുറച്ച് ഏരിയയിലൊക്കെ കുറച്ച് ചതുപ്പുണ്ടെന്ന്. അപ്പോൾ ചവിട്ടുമ്പോൾ നമ്മളെ ഷൂ ഒക്കെ ആണെങ്കിൽ ചളിയാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചതുപ്പില്ലാത്തതോടുകൂടിയൊക്കെ നടക്കാൻ ശ്രദ്ധിക്കണം അങ്ങോട്ട് തടാകത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ. അപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥക്ക് എന്താ പറയുക, ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പിന്നെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ എന്താണ് സ്ഥിതി എന്നറിയില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥക്ക് എന്താ പറയുക, അവലാഞ്ചിയിൽ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു വൈബ് ഒരിക്കലും മിസ്സാവില്ല. നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. യാത്ര ചെയ്ത് വന്നാൽ നമുക്ക് ആ ക്ഷീണമൊക്കെ തീർക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അവലാഞ്ചി. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് മടങ്ങാം. നമുക്ക് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടില്ല. ഭക്ഷണമൊക്കെ അടുത്ത് തന്നെ ഇതിനോടനുബന്ധിച്ചുള്ളൊരു ഹോട്ടൽ തന്നെ ഉണ്ട്. അവിടുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. ഞങ്ങളവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അല്ല, ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ഒരൊറ്റ പീസുള്ളതെങ്കിൽ കൂടിയിട്ട് ബിരിയാണി കുഴപ്പമില്ലായിരുന്നു. 190 ആണ്, 190 രൂപയാണ് ഒരു ബിരിയാണിക്ക് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾ 4 ബിരിയാണിയേ വാങ്ങിയുള്ളൂ. അത്യാവശ്യം പോർഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം കേട്ടോ അങ്ങോട്ട് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഏകദേശം 4-4:30 മണിയായിട്ടോ. 5 മണിയോടെ 4-4:30 മണിയായി. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് പോയാലേ നമുക്ക് കർണാടക ഗാർഡൻ 7 മണി വരെ ഉണ്ട് കേട്ടോ എൻട്രൻസ്. 7 മണി വരെ എൻട്രൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഇനി ഇവിടുന്ന് കുറഞ്ഞ ദൂരമുള്ള യാത്ര, ഒരു 20 കിലോമീറ്റർ റൺ ചെയ്ത് നമുക്ക് ഊട്ടിയിൽ കർണാടക ഗാർഡനിൽ എത്തിപ്പെടാൻ കഴിയും. ഊട്ടിയിലേക്ക് അവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടി ഉണ്ട്. കർണാടക ഗാർഡൻ നമ്മൾ ഈ പോകുന്ന റൂട്ടിലാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറിച്ചാൽ മതി. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടിൽ നമുക്ക് ഊട്ടിയിലെത്താൻ നേരത്തെ നമ്മൾ ഈ അവലാഞ്ചി ലേക്കിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് കിട്ടുമോ. നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. നല്ലൊരു അടിപൊളി വ്യൂ, മഞ്ഞ് കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലം. ആ ലൈക്കിൻ്റെ ഒരു എന്താ പറയുക, ഏകദേശം ഇരുട്ടടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ കർണാടക ഗാർഡനിലെ പാർക്കിങ്ങിലെത്തിയിട്ട് ഇവിടെ ഒരാൾക്ക് കയറാൻ 100 രൂപ ഉണ്ട് കേട്ടോ ഫീസ്. ഒരാൾക്ക് കയറാൻ 100 രൂപ ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗൂഗിൾ പേയോ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഓൺലി ക്യാഷ് മാത്രമേ ഇവിടെ പേയ്മെൻ്റ് ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിവിടെ കുറച്ച് നേരം വണ്ടി കിടന്നു. കുട്ടികളെയും മക്കളെയൊക്കെ നമ്മൾ ഉള്ളിൽ കടത്തി വിട്ടു. അവർ ടിക്കറ്റ് എടുത്ത് അവർ തന്നെ പോയതാട്ടോ ഉള്ളിലേക്ക്. എനിക്ക് കുറച്ച് ഉറക്ക് വന്നതുകൊണ്ട് ഞാനൊന്ന് വണ്ടിയിലൊന്ന് മയങ്ങി. അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആയാലോ എന്ന് വെച്ചിട്ട് ഞാൻ വണ്ടിയിലൊന്ന് കിടന്നു. രാത്രി അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നതല്ലേ. ഞാനൊരു കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവരെ വണ്ടി കയറ്റി അവർ ടിക്കറ്റ് എടുത്ത് അവരുള്ളിൽ പോയി അവരെടുത്ത വീഡിയോസും കാര്യങ്ങളാട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനൊരു 1 അവർ കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് എത്തിപ്പെടും. അപ്പം ഇവിടെ എന്താ പറയുക, കർണാടക ഗാർഡനിൽ ഇപ്പോഴും ആൾക്കാർ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. എന്ന് വെച്ചാൽ അത്രയും ആൾ കുറവാട്ടോ അവിടെ. അത്രയും വിശാലമായിട്ടൊരു പാർക്ക് ഇവിടെ ഊട്ടിയിലുണ്ടായിട്ട് ഇപ്പോഴും ആൾക്കാർ എത്തിപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആർക്കും അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനൊരു ഇത്രയും വലിയ നല്ലൊരു അടിപൊളി പാർക്ക് എന്ന് വെച്ചാൽ നല്ലൊരു എന്താ പറയുക, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഗാർഡനും കാര്യങ്ങളും ഫ്ലവർ ഷോക്ക് നല്ല അടിപൊളി ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. 100 രൂപ എന്ന് പറയുന്നത് അധികം ചാർജ് ഒന്നായിട്ട് തോന്നില്ല. എന്ന് വെച്ചാൽ അത്രയും നമുക്ക് കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളെ കർണാടക ഗാർഡൻ. അപ്പോൾ ഇനി ഊട്ടിയിൽ വരുമ്പോൾ നിങ്ങളെ എന്താ പറയുക പ്ലാനിങ്ങിൽ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തണം.
നിങ്ങൾ അവലാഞ്ചിയും നിങ്ങൾ കിന്നക്കുരയിൽ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ അവലാഞ്ചിയും അതുപോലെ തന്നെ ഈ കർണാടക ഗാർഡനും ഒക്കെ നിങ്ങളൊന്ന് നിങ്ങളെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഊട്ടിയൊന്ന് മനോഹരമായിട്ട് വരും. ഊട്ടിയിലെ കാഴ്ചകൾ ഒന്നും കൂടി മനോഹരമായിട്ട് വരും. കണ്ടില്ലേ, ഈ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഈ പാർക്കിനുള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങളെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊന്നുമില്ല. എന്താ പറയുക, അവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക പച്ചപ്പും കുറഞ്ഞ കാഴ്ചകളും മാത്രമാണുള്ളത്. ഇവിടെ നമുക്ക് എല്ലാം ആസ്വദിക്കാൻ കഴിയും. ചെറിയൊരു തടാകം, ചെറിയൊരു കുളമുണ്ട്. അതിന് മുകളിലൂടെ ഒരു എന്താ പറയുക ഒരു പിന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ്. അതിലൂടെ നമുക്ക് കുറേ നടക്കാണ്ട് കേട്ടോ. ഹാങ്ങിങ് ബ്രിഡ്ജ് നമുക്ക് കാണുമ്പോഴല്ല, കുറച്ച് പോകാനുണ്ട്. അപ്പുറത്ത് എത്തിക്കുകയാണെങ്കിൽ ഇത് രണ്ട് തുടങ്ങുന്നതും ഒരു തേയിലത്തോട്ടത്തിൽ നിന്നാണ്, അവസാനിക്കുന്നതും ഒരു തേയിലത്തോട്ടത്തിലാണ്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം എന്ന് വെച്ചാൽ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അത്രത്തോളം ആസ്വദിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കർണാടക ഗാർഡൻ. അപ്പോൾ ഇനിയും നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ കർണാടക ഗാർഡൻ നിങ്ങളെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തി തന്നെ വേണം. അപ്പോൾ ചാർജ് നിങ്ങൾ ഒരിക്കലും മൈൻഡ് ആക്കേണ്ടതില്ല. നിങ്ങൾ പലയിടത്തും നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ 50 രൂപ എങ്ങാനും ഫീസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ കുറേ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഊട്ടിയിൽ ഗാർഡനിൽ കയറിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ട് കേട്ടോ. കൂട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ലേ, അല്ലേ? ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാട്ടോ അത്. നമുക്ക് ആ ഗാർഡൻ എന്താ പറയുക അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് അവർ കൊണ്ടെടുക്കേണ്ടത്. പിന്നെ ഊട്ടിയിലെല്ലാ ഗാർഡനും അങ്ങനെ തന്നെയാണ്. അത്രയും വൃത്തിക്ക് തന്നെയാണ് എല്ലാ ഗാർഡനുകളുള്ളതും. ഫ്ലവറുകളായിട്ടും അതുപോലെ തന്നെ പച്ചപ്പായിട്ടും ആ പുൽമേടുകളായിട്ടും അങ്ങനെ തന്നെയാണ് ഊട്ടിയിലെല്ലാ ഗാർഡനുള്ളത്. പക്ഷേ ഇതിന് പ്രത്യേകത തന്നെ ഉണ്ട്. നമ്മൾ കാഴ്ചയിൽ ഇതുവരെ കാണാത്തത് കൊണ്ടായിരിക്കാം അതിന് പ്രത്യേക ഭംഗിയും കൂടുതലുള്ളത്. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് നമ്മളെ മോളാട്ടം എല്ലാത്തിനും മുന്നിൽ ഓടാനും പായാനൊക്കെ അവൾ തന്നെ മുന്നിൽ അല്ലേ. അവൾ സാറായിട്ട് അങ്ങനെ നടന്ന് പോയി. നേരെ ചേർന്ന് അപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നത് നമ്മളതൊരു എന്താ പറയുക തേയിലത്തോട്ടത്തിൽ തന്നെയാണ്. അവിടെ ചെറിയൊരു എന്താ പറയുക സ്റ്റേജ് ഷോ ഒക്കെ പറ്റിയൊരു സ്ഥലമുണ്ട്. നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ നമ്മൾ ഗ്യാങ് ആയിട്ടൊക്കെ വന്ന് ഇരുന്ന് കുട്ടികളൊക്കെ പാട്ട് പാടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്താൻ പറ്റി സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കർണാടക ഗാർഡൻ. ഇതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെ അങ്ങോട്ടൊന്നും ആരും എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഏകദേശം 6-6:30 മണിയോടായിട്ടോ നമ്മൾ ടൈം. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഇറങ്ങിയാൽ നമുക്കൊരു 10-12 മണിയാകുമ്പോൾ നമുക്ക് നാട്ടിലെത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഇവിടെ വാങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെ കാഴ്ചകളൊക്കെ ഏകദേശം അവസാനിക്കുക കേട്ടോ സുഹൃത്തുക്കളെ. അപ്പം എല്ലാവരും നമ്മളെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മൾ ഇനിയും പല യാത്രകളും ചെയ്യാനുള്ളതാണ്. നമ്മളെ അവതരണത്തിലൊക്കെ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിലൊക്കെ നമ്മൾ കമൻ്റായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനും എപ്പോഴും വിളിക്കാം. നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ അതിൽ നോക്കി വിളിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ നേരെ നാട്ടിലേക്കാട്ടെ ഇനി പോവാം. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാനില്ല. നമുക്ക് ഏകദേശം 6-6:30 മണിയോടെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർണാടക ഗാർഡനാണ് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോയത് കിന്നക്കുരയാണ്. കിന്നക്കുരയിൽ പോയി നമ്മൾ ഏകദേശം 1 മണിയായപ്പോൾ കിന്നക്കുരയും തിരിച്ച് 2:30-2:45 നമ്മൾ അവലാഞ്ചി എത്തി. അവലാഞ്ചിയിൽ നിന്ന് നമ്മൾ നേരെ ഒരു 4-4:30 ആയപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ ഒരു 5 മണി 5:30 ആയപ്പോൾ നമ്മൾ ഏകദേശം കർണാടക ഗാർഡനിലെത്തി. ഇവിടെ ഒരു 1-1.5 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് നമ്മളിവിടുന്ന് നേരെ നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് ഇനി ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മളെ യാത്ര ഏകദേശം ഇപ്രാവശ്യത്തെ ഊട്ടി യാത്ര നമ്മൾ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ എല്ലാ വീഡിയോസും ഒന്ന് കാണണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കമൻ്റായിട്ട് അറിയിക്കണം. എന്നാലേ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും നമ്മളെ യാത്രാ വിവരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിയും. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ കോത്തഗിരി ഭാഗത്തേക്കൊക്കെ ഒന്ന് പോവാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഏകദേശം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ പിന്നെ ഇതിൻ്റെ ബാക്കിയൊക്കെ നിങ്ങൾ കാണുക, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഓക്കെ.